പഠിക്കാൻ പോകുന്നത് മെഷ് അനാലിസിസ്. ഞാൻ തെവനിൻ തിയറം സൂപ്പർപോസിഷൻ തിയറം ഒക്കെ പറഞ്ഞിരുന്നു മെഷ് അനാലിസിസും നോഡ് അനാലിസിസും. അപ്പോൾ മെഷ് അനാലിസിസ് വഴി എങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതും എന്നാണ് പറഞ്ഞു തരുന്നത്. മെത്തേഡ് ഞാൻ എന്തായാലും ഉടനെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മുടെ മെഷ് അനാലിസിസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മെഷ് അനാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മെഷ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ബേസിക്സ് നോളജ് നമുക്ക് വേണം. അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനാലിസിസിനെ കുറിച്ച് പറയാം. കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ദ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ദ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ കറണ്ട് പോസിറ്റീവ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് ആക്കി എടുക്കും. അന്നേരം നിങ്ങൾ ചിന്തിക്കും നെഗറ്റീവ് ടു പോസിറ്റീവ് ഇല്ലേ, പ്ലസ് ടുവിൽ പഠിച്ചൊരു ഓർമ്മ. അപ്പം ഫസ്റ്റ് ഇയേഴ്സിന് ചിലർക്ക് ഓർമ്മ ഉണ്ടാവും നെഗറ്റീവ് ടു പോസിറ്റീവ് പോകുന്നത്. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ബേസിക്കലി നമ്മളൊരു സർക്യൂട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്ത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ആ കറണ്ടിനെ നമ്മൾ പറയുന്ന പേര് ഇലക്ട്രോൺ കറണ്ട് അല്ലെങ്കിൽ അയോൺ കറണ്ട് എന്നാ പറയുക. പക്ഷേ ജനറലി പറയുന്ന എന്താ വെച്ചാൽ കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ദ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഹയർ ടു ലോവർ പോകുന്ന കറണ്ടിനെ നമ്മൾ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയും. ഈ കൺവെൻഷണൽ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് എൻറ്റയർ ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യുന്നത്. കൺവെൻഷണൽ കറണ്ടിൻ്റെ ബേസിസിലാണ്. ദാറ്റ് മീൻസ് ദ കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ദി ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ പോകുമെങ്കിൽ റെസിസ്റ്ററിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും? Okay, resistor is a material which opposes the flow of current അല്ലേ. കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്ററിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കണം? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണല്ലോ. നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കണം റെസിസ്റ്റൻസിൻ്റെ പൊളാരിറ്റി. അപ്പോൾ ഞാനിപ്പം ഒരു സിമ്പിളായിട്ട് റെസിസ്റ്റൻസും സോഴ്സും വരച്ച് കാണിക്കാം. എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കും, എങ്ങനെ നെഗറ്റീവ് കമ്പോണൻ്റ് ആയിട്ട് എടുക്കും എന്ന് ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. അതെല്ലാവരും റിമൈൻഡ് ചെയ്യണം, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് എഴുതാൻ പോകുന്നത് മെഷ് അനാലിസിസിൻ്റെ. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സർക്യൂട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞാൻ വി എന്ന വോൾട്ടേജ് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ വി പോസിറ്റീവായിട്ട് എടുക്കുമോ നെഗറ്റീവായിട്ട് എടുക്കുമോ എന്നാണ്. ആദ്യം ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ വേണ്ടേ? കറണ്ടിൻ്റെ ഡിറക്ഷൻ മാർക്ക് ചെയ്യണം. ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറണ്ട് മാർക്ക് ചെയ്തു ആണല്ലോ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്താൽ പ്ലസിനും നെഗറ്റീവിനും പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്കിട്ട് ഒരു എയർ ഗ്യാപ്പ് ഉണ്ടല്ലേ. അപ്പോൾ എയർ ഗ്യാപ്പിൽ കൂടെ കണ്ടക്ഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. ദാറ്റ് മീൻസ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് എവിടെ വരുന്നു? നെഗറ്റീവിൽ വന്ന് എൻഡ് ചെയ്യുന്നു. Therefore, this kind of voltages can be taken by direction കാണിക്കുകയാണെങ്കിൽ this kind of voltages can be taken as positive voltage. Okay, അതിനെ നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് നൽകാം. അതുപോലെ ഇപ്പോൾ ഇതേ ഡിറക്ഷൻ തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് മൈനസ് വി എന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിനെ നമ്മൾ മൈനസ് വി എന്ന് എടുക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇതുപോലെ തന്നെ പോസിറ്റീവ് ടു നെഗറ്റീവ് പോയാൽ പോസിറ്റീവ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് ഡിറക്ഷൻ എങ്കിൽ നമ്മൾ മൈനസ് വി എന്ന് എടുക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ റെസിസ്റ്റൻസ് പറയുകയാണ്. റെസിസ്റ്റൻസ് ഞാനൊരു ഫോർവേഡ് ഡിറക്ഷൻ റെസിസ്റ്റൻസ് കാണിക്കുന്നു, പക്ഷെ പൊളാരിറ്റി നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ്. ഇതിൻ്റെ ഉൾട്ടാ വരണം കേട്ടോ. കാരണം റെസിസ്റ്റർ ഈസ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് എന്നല്ലേ പറഞ്ഞത്. കറണ്ടിനെ ഒപ്പോസ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ഒപ്പോസ് ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക? പോസിറ്റീവ് റെസിസ്റ്റൻസ് ആറാക്കി പറയാം. ഇനി എങ്ങാൻ അടുത്ത് ഞാനൊരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കറണ്ട് ഈ ഡിറക്ഷനാണ് പോകുന്നത്. ഓക്കെ, കറണ്ട് റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്നത്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. എന്ന് വെച്ചാൽ കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റിൽ റെസിസ്റ്റൻസിന്റെ പൊളാരിറ്റി പോസിറ്റീവിൽ, ഔട്ട് ലീവ് ചെയ്യുന്ന പോയിന്റിൽ റെസിസ്റ്റൻസിന്റെ പൊളാരിറ്റി നെഗറ്റീവുമാണെങ്കിൽ ദിസ് റെസിസ്റ്റൻസ് ക്യാൻ ബി ടേക്കൺ ആസ് മൈനസ് ആർ. ഈ 4 പോയിന്റ്സ് ഓർത്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരിടത്തും തെറ്റാണ്ട് മെഷ് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെഷ് അനാലിസിസ് ഞാനൊരു ഡെറിവേഷനായിട്ട് പറയാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്ന ഡെറിവേഷനായിട്ട് എഴുതുന്നതായിരിക്കും. ഡെറിവേഷനാക്കി ഞാൻ മെഷ് അനാലിസിസ് പറയാം. ആ ഡെറിവേഷൻ നോക്കിയിട്ട് അതുപോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അവിടെ വരുന്ന ട്വിസ്റ്റ് എന്താണെന്നും പറയാം. ഞാനൊരു മെഷ് അനാലിസിസിൻ്റെ സർക്യൂട്ട് വരച്ചിട്ട് എന്തിനാണ് മെഷ് അനാലിസിസ് ചെയ്യുന്നത്, എന്താണ് റൂൾസ്, ഇതൊക്കെ പറയാം. ഓക്കെ,
അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. സർക്യൂട്ട് കൺസിസ്റ്റിംഗ് 2 വോൾട്ടേജ് സോഴ്സ് V1 എന്നും V2 എന്ന് 2 വോൾട്ടേജ് സോഴ്സ്, 5 റെസിസ്റ്റൻസ് ഉണ്ട്. R1, R2, R3, R4, R5 എന്ന് പറയുന്ന 5 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മെഷ് അനാലിസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെഷ് അനാലിസിസ് ഈസ് എ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ കറന്റ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷ് അനാലിസിസ് ചെയ്യുന്നത്. Then equation is written in the form of V is equal to IR. V is equal to IR എന്നുള്ള ഫോമിലാണ് ഇക്വേഷൻ എഴുതുക. When the third one is KVL is applied, Kirchhoff voltage law is applied. പിന്നെ ഇക്വേഷൻ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. കറണ്ട് കണ്ടുപിടിക്കാനും V is equal to IR ഫോമാറ്റിലുമാണ് നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോകുന്നത്. ഈ പോയിന്റ്സ് വെച്ചിട്ട് ഇനി നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യും നോക്കാം. ഞാൻ സർക്യൂട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഡെറിവേഷനാണ് പറയുക. ഡെറിവേഷൻ പറയാം ഏതൊരു സർക്യൂട്ട്, ഇത് ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇത് നമ്മളെന്താ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സർക്യൂട്ടിൽ നിന്ന് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ഇയേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഇയേഴ്സിന് നിങ്ങൾ പൊളാരിറ്റി വരച്ച് സർക്യൂട്ട് ലൂപ്പ് ഇക്വേഷൻ കണ്ടുപിടിച്ച് തന്നെ എഴുതുക. പക്ഷേ S3 സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, സർക്യൂട്ട് തിയറി, നെറ്റ്വർക്ക് അനാലിസിസ് ഇങ്ങനെ തേർഡ് സെം മുതൽ വരുന്ന പേപ്പേഴ്സിനെല്ലാം ഡയറക്റ്റ്ലി നമ്മൾ സർക്യൂട്ട് നോക്കി ഇക്വേഷൻ എഴുതിയാൽ മതി. അവിടെ പൊളാരിറ്റി കൊടുക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ഇയറിന് നമ്മൾ പൊളാരിറ്റി കൊടുത്ത് കറക്റ്റായിട്ട് ഇക്വേഷൻ നോക്കി സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് സർക്കുലേറ്റിംഗ് ഡിറക്ഷൻ നോക്കിയൊക്കെ ഇക്വേഷൻ എഴുതണം. അപ്പം ഇമ്പോർട്ടൻ്റ്ലി എന്താ ആവശ്യമുണ്ട്? പൊളാരിറ്റി വേണം. ഓക്കെ, പൊളാരിറ്റി നമ്മൾ എഴുതണം. അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ പൊളാരിറ്റി കൊടുക്കാൻ പോവാണ്. ഈ V2 V1ൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറിയാം. ഈ ഒരു ലിമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇത് പോസിറ്റീവ് ആണെന്നും ഇത് നെഗറ്റീവ് ആണെന്നും, അല്ലേ? ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കണ്ടീഷൻ, റെസിസ്റ്റൻസിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഡിറക്ഷൻ റെസിസ്റ്റൻസ് പോസിറ്റീവായിട്ട് കിട്ടാൻ വേണ്ടി നെഗറ്റീവ് ടു പോസിറ്റീവായിട്ട് പാസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ എന്താവും? -R ആവും എന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ കൂടുതൽ കംഫർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് പോസിറ്റീവായിട്ട് കിട്ടുന്നതല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തു. ഇനി എന്താ വേണ്ടത്? കറണ്ടിൻ്റെ ഡിറക്ഷൻ ഇവിടെ I1 എന്ന് കൊടുത്തു. 3 ലൂപ്പ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനാണ് നമ്മളൊരു ലൂപ്പ് എന്ന് പറയുക. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് ക്ലോസ്ഡ് ആയപ്പോൾ ഇവിടെ I1 എന്നുള്ള കറണ്ട് ഉണ്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലൂപ്പിൽ എന്തായിരിക്കും? I2 കറണ്ട് ആണ്. തേർഡ് ലൂപ്പിൽ കറണ്ട് I3 ആണ്. ഈ ഡിറക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്, ഫോർവേഡ് ഡിറക്ഷൻ ആണ്, അല്ലെ? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആയിട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെ എഴുതും നോക്കാം. ആദ്യം എന്താ പറഞ്ഞ? ഇക്വേഷൻ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് V is equal to IR എന്നല്ലേ ഞാൻ പറഞ്ഞത്? എന്നല്ലേ V is equal to IR എന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ V is equal to IR ഫോർമാറ്റിൽ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് ഇപ്പൊ പറയാൻ പോകുന്നേ. ഇവിടെ ലൂപ്പ് ഫസ്റ്റ് കൺസിഡർ ദ ലൂപ്പ് 1. ലൂപ്പ് 1 കൺസിഡർ ചെയ്തപ്പോ അവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നോ? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ നോക്കിക്കേ. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ നോക്കുമ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടല്ലോ. അത് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൂപ്പ് ഇങ്ങനെ കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് നെഗറ്റീവ് വന്നല്ലേ എന്ത് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ദാറ്റ് വോൾട്ടേജ് V1 പോസിറ്റീവ് അല്ലേ? V1 പോസിറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് ടു പോസിറ്റീവ് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? R1 പോസിറ്റീവ് ആണ്, അല്ലേ? അപ്പൊ R1 എന്ന് എഴുതാം. വോൾട്ടേജ് V is equal to IR, റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് അല്ലേ വോൾട്ടേജ് ആവുള്ളൂ. വോൾട്ടേജ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആകുമ്പോൾ എല്ലാ ടേംസും വോൾട്ടേജിലേക്ക് മാറ്റി എഴുതണ്ടേ? V is equal to വോൾട്ടേജ് എന്ന് പറയുന്ന റെസിസ്റ്റൻസിനോട് ഈക്വൽ ആണോ? അല്ല, വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജിനോട് കറണ്ട് എന്ന് പറയുന്ന കറണ്ടിനോടുമാണ് ഈക്വൽ. അപ്പോൾ ഈ ഇവിടെ V ഉണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസിൽ കൂടെ അതിനെ നമ്മൾ എങ്ങനെ വോൾട്ടേജ് ആക്കി മാറ്റും? I കൊണ്ട് കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ലേ വോൾട്ടേജ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് കൂടി എഴുതണ്ടേ, അല്ലേ? I1 R1 ചെയ്തപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കിട്ടും, ആണല്ലോ. രണ്ടും വോൾട്ടേജ് ടേംസിലോട്ട് മാറിയിട്ടുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, എല്ലാം വോൾട്ടേജ് എഴുതുമ്പോൾ എല്ലാം ഈക്വൽസ് വോൾട്ടേജ്, കറണ്ട് എഴുതുമ്പോൾ എല്ലാം ഈക്വൽസ് കറണ്ട്. അപ്പോൾ V is equal to IR എന്നുള്ളതിനെ വോൾട്ടേജ് ആണത്. I into R ചെയ്താൽ വോൾട്ടേജ് കിട്ടും. കറണ്ട് ആണെങ്കിൽ V/R ചെയ്താൽ കറണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് ടൈം എഴുതിയിട്ട് അതിനെ കൊണ്ടുവന്ന് കറണ്ടിനോട് ഇക്വേറ്റ് ചെയ്ത് വെക്കരുത്, അല്ലെങ്കിൽ വോൾട്ടേജ് എഴുതിയിട്ട് അതിനെ കൊണ്ടുവന്ന് റെസിസ്റ്റൻസിനോട് ഇക്വേറ്റ് ചെയ്ത് വെക്കരുത്. വോൾട്ടേജ് എഴുതിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വോൾട്ടേജ് ആക്കി എഴുതുക. കറണ്ട് ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കറണ്ട് ആക്കി എഴുതുക. ഓക്കെ, ഇത് പോയിന്റ് ആണ്. കുറേ പിള്ളേർ തെറ്റിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. V1 is equal to I1 R1. R1 പോസിറ്റീവ് ആയിരുന്നു.
ഇനി ഇങ്ങനെ നമ്മൾ ഈ കമ്പണന്റ് എഴുതി, ഈ കമ്പണന്റ് എഴുതി, തിരിച്ച് ഇതാണ് കോമൺ റെസിസ്റ്റർ. ഇങ്ങനത്തെ റെസിസ്റ്റൻസിനെ കോമൺ റെസിസ്റ്റൻസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് കോമൺ റെസിസ്റ്റർ എന്ന് പറയുക? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? R2 എന്ന റെസിസ്റ്റൻസിൽ കൂടി 2 കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 ലൂപ്പ് ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് R2 റെസിസ്റ്റൻസ് അല്ലേ? ലൂപ്പ് 1ഉം ലൂപ്പ് 2ഉം ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് R2. Therefore ഈ R2 റെസിസ്റ്റൻസിനെ നമ്മൾ കോമൺ റെസിസ്റ്റർ എന്ന് പറയും. അപ്പൊ R2 മാത്രമാണോ ഈ സർക്യൂട്ടിലെ കോമൺ റെസിസ്റ്റർ? അല്ല, R4ഉം കോമൺ റെസിസ്റ്റർ ആണ്. കാരണം സെക്കൻഡ് ലൂപ്പും തേർഡ് ലൂപ്പും ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് R4, ഫസ്റ്റ് ലൂപ്പും സെക്കൻഡ് ലൂപ്പും ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസ് R2 ആണ്. ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ R2ന്റെ ഇക്വേഷൻ എഴുതാൻ പോവാം. R2ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും എന്ന് വെച്ചാല്, പോസിറ്റീവ് ടു നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് R2 be a പോസിറ്റീവ് കമ്പണന്റ് പ്ലസ് R2 എന്ന് എഴുതി. ഇനി അവിടെയുള്ള കറണ്ട് എഴുതണ്ടേ? നിങ്ങളൊന്ന് നോക്കിക്കേ, R2 ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇവിടെ പോസിറ്റീവ് ഉണ്ടായിരുന്നു. I1 കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തു. പക്ഷേ R2 be a കോമൺ റെസിസ്റ്റർ അല്ലേ? R2 ഒരു കോമൺ റെസിസ്റ്റർ ആണ്. അപ്പൊ അതുവഴി 2 കറണ്ട് പോകുന്നുണ്ട്. I1 കറണ്ട് മാത്രമല്ല പാസ് ചെയ്യുന്നത്, ഏതും കൂടി പോകുന്നുണ്ട്, I2 പാസ് ചെയ്യുന്നുണ്ട്. I2 R2 കമ്പണന്റിൽ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ, അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ നോക്കുക. എന്നുവെച്ചാല് I2 കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരിക. I2 കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമ്പോഴത്തേനും R3യിൽ കൂടെ ഫോർവേഡ്, R4ൽ കൂടെ ഡൗൺവേർഡ്, ദെൻ R2ൽ കൂടി അപ്വേർഡ് ആണ് പോകുന്നത് അല്ലേ? മേളിലേക്ക് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ R2ൽ ടുവേർഡ്സ് R2 അപ്വേർഡ് ഡിറക്ഷൻ ആണ്. അപ്വേർഡ് ഡിറക്ഷൻ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. I2 എന്ന് പറയുന്ന അപ്വേർഡ് ഡിറക്ഷൻ ആയി ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ I1 താഴേക്കും I2 മേളിലേക്കും, ഒരെണ്ണം ഡൗൺവേർഡും ഒരെണ്ണം അപ്വേർഡും ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, കൺസിഡർ ചെയ്യുന്ന കറണ്ട് പോസിറ്റീവ്, മറ്റേ കറണ്ട് നെഗറ്റീവ്. മനസ്സിലായോ? കൺസിഡർ ചെയ്ത കറണ്ട് പോസിറ്റീവ്, മറ്റേ കറണ്ട് നെഗറ്റീവ്. ഇനി ഇവൻ രണ്ടും ഒരേ ഡയറക്ഷനാണ് പോയത് എന്ന് വെക്കുക. അസംഷൻ ആണ് കേട്ടോ, ഇവിടെ ഓപ്പോസിറ്റാ പോകുന്നത്. രണ്ടും ഒരേ ഡിറക്ഷൻ, ദാറ്റ് മീൻസ് ഒന്നുകിൽ അപ്വേർഡ് ഒന്നുകിൽ ഡൗൺവേർഡ്സ് അല്ലേ? ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് രണ്ടും ഒരേപോലെ പോയിട്ടുണ്ടെങ്കിൽ കറണ്ട് തമ്മിൽ സമം I1 പ്ലസ് I2 എന്ന് ചെയ്യാം. മനസ്സിലായോ പറഞ്ഞത്? I1 പ്ലസ് I2 എന്ന് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരുന്നു, മിക്കവാറും പ്രോബ്ലംസ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. ഫസ്റ്റ് കോമൺ റെസിസ്റ്റേഴ്സിൽ സെയിം ഡിറക്ഷനിൽ കറണ്ട് പോയാൽ ദാറ്റ് 2 കറണ്ട് തമ്മിൽ സമപ്പ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡിറക്ഷനിലെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിലെ കറണ്ട് പോസിറ്റീവ്, മറ്റേ കറണ്ട് നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. സിമ്പിളായ ഒരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, റെസിസ്റ്റൻസിന്റെ പൊളാരിറ്റി നോക്കി നമ്മൾ ആദ്യം എഴുതി, ദെൻ കറണ്ടിന്റെ പൊളാരിറ്റി നോക്കുന്നു. കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. അത് ചെയ്ത് വരുമ്പോഴത്തേനും കുഴപ്പമില്ലാണ്ടാവും. അപ്പൊ I1 പ്ലസ് I2 എന്ന് കിട്ടത്തില്ലേ? I1 മൈനസ് I2 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാം. V1 is equal to I1 R1 plus R2 I1 minus R2 I2. അപ്പൊ ഇതില് I1 I2 കറൻസ് എല്ലാം ഒരുമിച്ച് കോമൺ എടുക്കുക. R1 പ്ലസ് R2 ഇൻറ്റു I1 മൈനസ് R2 I2 is equal to V1. This is the first loop equation number 1. ഇത് ലൂപ്പ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എന്താ വേണ്ടേ? ലൂപ്പ് 2ന്റെ ഇക്വേഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ലൂപ്പ് 2ന്റെ ഇക്വേഷൻ നോക്കാം. ഞാൻ ഇത് മായ്ക്കുവാണേ. ലൂപ്പ് 2ന്റെ ഇക്വേഷൻ നോക്കുമ്പോൾ ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടോ? ഇല്ല. വോൾട്ടേജ് സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് കൺസിഡേർഡ് 0. ഓക്കെ, 0 കിട്ടും. ഇനി പൊളാരിറ്റി അനുസരിച്ച് ഓരോ റെസിസ്റ്റൻസിൽ നിന്ന് തുടങ്ങാം. വോൾട്ടേജിനോട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. V is equal to IR ഫോമാറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ വോൾട്ടേജ് കമ്പണന്റ് ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് എഴുതിയുന്നുണ്ടോ? നോക്കിക്കോ, R3 അവിടെ പൊളാരിറ്റി കൊടുക്കണ്ടേ? കൊടുക്കണം. നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, R2 എന്ന് പറയുന്നത് കോമൺ റെസിസ്റ്റർ അല്ലേ? അവിടെ നമ്മൾ ലൂപ്പ് 1ൽ പൊളാരിറ്റി കൊടുത്തിട്ടില്ലേന്ന്. ആ പൊളാരിറ്റി വെച്ച് ഇവിടെ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ലൂപ്പിൽ വേറെ പൊളാരിറ്റി കൊടുക്കുക, നെഗറ്റീവ് പോസിറ്റീവ്. അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ പോസിറ്റീവ് വന്നു. ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് നോക്കിയപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ പോസിറ്റീവ് വന്നു. അപ്പം നമ്മുടെ കറണ്ടിന്റെ ഡിറക്ഷൻ വെച്ചിട്ട് ഞാൻ പൊളാരിറ്റി കൊടുത്തു, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ്.
ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒത്തിരി പിള്ളേർ, ഇത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ഇയർ പിള്ളേർ ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ റെസിസ്റ്റൻസിൻ്റെ പൊളാരിറ്റി കൊടുക്കുമ്പം ഒരു ഡയറക്ഷൻ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കൊടുത്തു. അടുത്ത ലൂപ്പിൽ കൊണ്ടുവന്ന് അവർ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ കറണ്ടിൻ്റെ ഡിറക്ഷൻ എങ്ങനെ വന്നാലും ഏത് കറണ്ട് ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ആണ് കൊടുത്തിരുന്നെങ്കിൽ എല്ലാ ലൂപ്പിലും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഞാനിപ്പോൾ ഫസ്റ്റ് ലൂപ്പിൽ ഫോർവേഡ് ഡയറക്ഷൻ കറണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് കറണ്ട് പോകുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് റെസിസ്റ്റൻസിന് പൊളാരിറ്റി കൊടുത്തിട്ടുണ്ട് എങ്കിൽ സെക്കൻഡ് ലൂപ്പിലും കറണ്ടിന്റെ ഡിറക്ഷൻ അനുസരിച്ച് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് തന്നെ കൊടുക്കുക. തേർഡ് ലൂപ്പിലും കറണ്ട് ഡിറക്ഷൻ അനുസരിച്ച് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് കൊടുക്കുക. അല്ലാതെ ഫസ്റ്റ് ലൂപ്പിൽ ക്ലോക്ക് വൈസിൽ പോയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ട് സെക്കൻഡ് ലൂപ്പിൽ ക്ലോക്ക് വൈസിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കൊണ്ട് കൊടുക്കരുത്. ഫുൾ തെറ്റിപ്പോകും, കംപ്ലീറ്റ് തെറ്റിപ്പോകും. കാരണം അത് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഏതെങ്കിലും ഒരു ഡിറക്ഷൻ മാത്രം ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ റെസിസ്റ്റൻസിലും നെഗറ്റീവ് പോസിറ്റീവ് ഇട്ട് പോവാണ്. ഇത് കോമൺ റെസിസ്റ്റർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു, കോമൺ റെസിസ്റ്റൻസിന് രണ്ട് ലൂപ്പിലും പൊളാരിറ്റി കൊടുക്കുക. കാരണം ഫസ്റ്റ് ലൂപ്പിൽ ഞാൻ ഇട്ട പൊളാരിറ്റി എന്ന് പറയുന്നത് ഓൺലി ഫോർ ദ ഫസ്റ്റ് ലൂപ്പാണ്. സെക്കൻഡ് ലൂപ്പിൽ ഞാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ലൂപ്പിൽ ഞാൻ വേറെ പൊളാരിറ്റി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നെഗറ്റീവ് പോസിറ്റീവ്, കറണ്ട് ഡിറക്ഷൻ ക്ലോക്ക് വൈസ് ആയപ്പോൾ ഇങ്ങോട്ട് നെഗറ്റീവ് പോസിറ്റീവ്, ക്ലോക്ക് വൈസ് നെഗറ്റീവ് പോസിറ്റീവ്, അപ്പോൾ കയറുമ്പോഴത്തേന് നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തു. ഇനി എഴുതാമോ ഇക്വേഷൻ? നോക്കിക്കോ, സപ്ലൈ വോൾട്ടേജ് ഇല്ലല്ലോ. ദാറ്റ് മീൻസ് 0 is equal to R3 പോസിറ്റീവ് ആണ്, പ്ലസ് R3 ആണ്, നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ, R3 I2 അല്ലേ. ഇനി നെഗറ്റീവ് ടു പോസിറ്റീവ് R4, അപ്പം പ്ലസ് R4. എന്തെന്നാ പറഞ്ഞിരുന്നത്? R4 വരച്ച് നോക്ക്. I2 കറണ്ട് ഡൗൺവേർഡ്സ് ആൻഡ് I3 കറണ്ട് ടുവേർഡ്സ് R4 അപ്വേർഡ്സ്. അപ്പൊ എന്താ വരാ? I2 മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, I2 മൈനസ് I3 കിട്ടിയല്ലോ. അപ്പൊ ഇനി അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ ഉള്ളത്? R4 എഴുതി. ഇനി എല്ലാ കമ്പണൻസും എഴുതണമല്ലോ. അപ്പൊ R2 നെഗറ്റീവ് ടു പോസിറ്റീവ്, സോ പ്ലസ് R2. റെസിസ്റ്റൻസിന്റെ പൊളാരിറ്റി വെച്ചിട്ട് പ്ലസ് R2 അത് കഴിഞ്ഞു. ഇനി കറണ്ട് നോക്കിയാൽ മതി. കറണ്ട് നോക്കുമ്പോൾ I2 അപ്വേർഡ്സ്, I1 ഡൗൺവേർഡ്സ്. അപ്പൊ I2 മൈനസ് I1 അല്ലേ, I2 അപ്വേർഡ്സ്, I1 ഡൗൺവേർഡ്സ്. കോമൺ റെസിസ്റ്റർ ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ R3 I2 പ്ലസ് R4 I2 മൈനസ് R4 I3 പ്ലസ് R2 I2 മൈനസ് R2 I1 അല്ലേ. ഇനി ഇതിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ I1 I2 I3 ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുക. സോ അറേഞ്ച് ചെയ്യുമ്പോൾ എഴുതുന്നതായിട്ട് മൈനസ് R2 I1 പ്ലസ് I2ന്റെ R3 ഉണ്ട്, R4 ഉണ്ട്, R2 ഉണ്ട് അല്ലേ. അപ്പൊ ഞാനൊരു കോമൺ ബ്രാക്കറ്റ് വെച്ചിട്ട് R2 പ്ലസ് R3 പ്ലസ് R4 I2 മൈനസ് I3ലേക്ക് ഏതായിരുന്നു? മൈനസ് R4 I3. This is equation number 2. Equation number 2 കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്താ വേണ്ടേ? ഇക്വേഷൻ നമ്പർ 3. എന്നിട്ട് 3 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താൽ പോരെ. അപ്പൊ ഇനി നമുക്ക് ലൂപ്പ് 3യുടെ ഇക്വേഷൻ എഴുതാം. ലൂപ്പ് 3യുടെ ഇക്വേഷൻ നോക്കുമ്പോൾ തേർഡ് ലൂപ്പാണ്. തേർഡ് ലൂപ്പിൽ എന്ത് കൊടുക്കണം? ഫസ്റ്റ് പൊളാരിറ്റി മൈനസ് പ്ലസ്, ഇവിടെ ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, മൈനസ് പ്ലസ്. ഓക്കെ, ഇനി ഒരു കാര്യം, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്നാണ് എഴുതാനുള്ള. ഇവിടത്തെ സോഴ്സ് നോക്കിക്കോ, കറണ്ട് ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ, പോസിറ്റീവ് ആയിട്ടല്ലോ, നെഗറ്റീവിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവിൽ എൻഡ് ചെയ്യുന്നു. എന്താണ് ശരിക്കും സംഭവിക്കുക? പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ, ഇവിടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ കറണ്ട് ട്രാവൽ ചെയ്യുന്നത് അല്ലെ. കറണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയും? മൈനസ് V2. മനസ്സിലായോ പറഞ്ഞത്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ ആവണം സോഴ്സുകളെല്ലാം. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ട്രാവൽ ചെയ്യുന്നു, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഈ V2നെ എടുക്കുന്നത് എന്തിനാ? മൈനസ് V2, റൈറ്റ്? മൈനസ് V2. ഈ മൈനസ് V2 is equal to, ഇനി നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് അല്ലേ ഉള്ളൂ, ഒരു ലൂപ്പിലെ എല്ലാ കമ്പണൻസും എഴുതണം. രണ്ട് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ എന്തിനാ വരിക? R5 പോസിറ്റീവ്, R5 I3, then ഇങ്ങനെ ചുറ്റി വന്ന് റൊട്ടേറ്റ് ചെയ്ത് R4 നെഗറ്റീവ് ടു പോസിറ്റീവ്, സോ പ്ലസ് R4 ഇൻറ്റു കോമൺ റെസിസ്റ്റർ എന്താണ്? I3 അപ്വേർഡ്സ്, I2 ഡൗൺവേർഡ്സ്, സോ I3 മൈനസ് I2 അല്ലേ.
equal to R5I3 plus R4I3 minus R4I2. ഇനി ഓർഡർ ചെയ്യുമ്പം 3യും 2 മാത്രമേ ഉള്ളൂ അല്ലേ? 3 2 മാത്രമായിട്ട് സെക്കൻഡ് ആദ്യം എഴുതാം. മൈനസ് R4I2 സെക്കൻഡ് ലൂപ്പിലെ കറണ്ട് എഴുതി പ്ലസ് R4 പ്ലസ് R5 ഇൻറ്റു കോമൺ ആക്കി എഴുതിയതാ ഇൻറ്റു I3 ഈക്വൽ ടു മൈനസ് V2. അപ്പൊ 3 ലൂപ്പ് ഇക്വേഷൻ കിട്ടി. ഇവിടെ I2 ഇല്ലാത്ത നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചൂടെ മക്കളെ? തേർഡ് ലൂപ്പിന് ഫസ്റ്റ് ലൂപ്പുമായിട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ല. അതുപോലെ ഫസ്റ്റ് ലൂപ്പിന് തേർഡ് ലൂപ്പുമായിട്ട് കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ലൂപ്പിലെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് I3 എന്നൊരു ടേം വരാത്തതും I3 തേർഡ് ലൂപ്പിലെ ഇക്വേഷനിൽ I1 എന്നൊരു ടേം വരാത്തതും. രണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല. കണക്ഷൻ ആയിട്ട് കിടക്കുന്ന സെക്കൻഡ് ലൂപ്പിന് മാത്രമാണ്. പക്ഷേ സെക്കൻഡ് ലൂപ്പിൽ എന്തുണ്ടായിരുന്നു? I1 കറണ്ടും ഉണ്ടായിരുന്നു, I2 കമ്പണന്റും ഉണ്ടായിരുന്നു, I3 കമ്പണന്റും ഉണ്ടായിരുന്നു അല്ലേ? തേർഡ് ലൂപ്പിലും ഫസ്റ്റ് ലൂപ്പിലും അങ്ങനൊരു സംഭവം ഇല്ല. കാരണം അവർ തമ്മിൽ കണക്ഷൻ ഇല്ല. ഡയറക്റ്റ് ആയിട്ടല്ല കിടക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവർ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് I1 കമ്പണന്റ് ഇവിടെ മറ്റേ ഫസ്റ്റ് ഇക്വേഷനിൽ I3 കമ്പണന്റും ഇല്ലാത്തത്. ഇനി 3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. S3കാരുടെ തേർഡ് സെമ്മിന്റെ കാര്യമാണ് ഇപ്പം പറയുന്നത്. S3 S4 ആയിട്ട് കണ്ടൊക്കെയാണ് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്, സർക്യൂട്ട് തിയറി ഇങ്ങനെയൊക്കെയല്ലേ സബ്ജക്റ്റിന്റെ പേര്. ഈ കോഴ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 3 ഇക്വേഷൻ എഴുതുക. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 3 ഇക്വേഷൻ സൊല്യൂഷൻ അൺനോൺസ് 3 കൊടുത്തിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് I1 I2 I3 ചെയ്യാം. കാൽക്കുലേറ്റർ ചെക്ക് ചെയ്താൽ മതി എങ്ങനെയാണ് ചെയ്യണതെന്ന്. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സിന് അങ്ങനെയല്ല. നിങ്ങൾ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് തന്നെ I1 I2 I3 കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട് ഇനി 3 ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ക്രാമേഴ്സ് ചെയ്യുന്നതെന്ന് പറയാൻ പോവാ. അപ്പൊ ഞാൻ 3 ലൂപ്പ് ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. മെട്രിക്സ് എഴുതുന്ന വെച്ചാൽ നമ്മൾ ഇക്വേഷൻ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് V is equal to I into R ആണല്ലോ. അപ്പോൾ ഒരു സൈഡിൽ 3 ഇക്വേഷൻസിന്റെ വോൾട്ടേജസ് റെപ്രസെന്റ് ചെയ്യാം. V1 V2 V1 0 മൈനസ് V2 വിയുടെ കാര്യം കഴിഞ്ഞു. കറണ്ട് എന്താണ്? കറണ്ട് വേണമെങ്കിൽ കറണ്ട് എഴുതാം, R1 വേണമെങ്കിൽ R എഴുതാം. ഞാൻ ആദ്യം റെസിസ്റ്റൻസ് ചെയ്ത് കറണ്ട് അടുത്ത മെട്രിക്സിൽ എഴുതുവാണേ. I1 വരുന്ന ടേം R1 പ്ലസ് R2 ഫസ്റ്റ് ഇക്വേഷന്റെ I1 ടേം. ഫസ്റ്റ് ഇക്വേഷനിൽ I2 ടേം മൈനസ് R2. ഫസ്റ്റ് ഇക്വേഷനിൽ I3 ടേം ഇല്ല. സോ ടേക്കൺ ആസ് 0. ഓക്കെ. ഇനി സെക്കൻഡ് ഇക്വേഷനിൽ ഫസ്റ്റ് വരുന്നത് മൈനസ് R2. I2 കറണ്ടിന്റെ ടേം R2 പ്ലസ് R3 പ്ലസ് R4 ആൻഡ് I3 വരുന്നത് മൈനസ് R4 ആണല്ലോ. മൈനസ് R4. ഇനി തേർഡ് ഇക്വേഷനിൽ I1 ടേം ഇല്ല. I2 മൈനസ് R4 ഉണ്ട്. I3 എന്ന് പറയുന്നത് R4 പ്ലസ് R5 ഉണ്ട്. ഓക്കെ. ദെൻ എന്താ? I1 I2 I3 എത്ര കറണ്ട് ഉണ്ട്? I1 I2 I3. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ഇക്വേഷൻ എഴുതിയ കറക്റ്റ് അല്ലേ ചെക്ക് ചെയ്ത് നോക്കും. മെട്രിക്സ് പഠിച്ചിട്ടുള്ളവർക്ക്, മെട്രിക്സ് അറിയാവുന്നവർക്ക് അറിയാം. നമ്മളിങ്ങനെ 7 മെത്തേഡിലാണ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അന്നേരം R1 പ്ലസ് R2 ഇൻറ്റു I1 ഫസ്റ്റ് കിട്ടിയല്ലോ. ഇവിടെ പ്ലസോ മൈനസ് ആണ്. അപ്പം മൈനസ് R2 I2 പ്ലസ് 0 ഇൻറ്റു I3. ദാറ്റ് മീൻസ് 0 ടേം ആണ്. 0 ഇൻറ്റു എനി നമ്പർ 0. അപ്പോൾ അവിടെ ആ ഒരു ടേം ഇല്ല ആണല്ലോ. Second equation is equal to V1 എഴുതി. Second equation 0 is equal to minus R2 I1 കിട്ടി. Plus R2 plus R3 plus R4 into I2. Yes. Then minus R4 into I3. കിട്ടിയല്ലോ. Third minus V2 is equal to 0 into I1. That means 0 term ആണ് അവിടെ ഇല്ല. Minus R4 I2 ഉണ്ട്. Plus R4 plus R5 into I3. Equation correct ആണ്. Matrix എഴുതിയ correct ആണ്. ഇനി എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ക്രാമേഴ്സ് റൂൾ ചെയ്യാൻ വേണ്ടി സിമ്പിൾ ആണ് മക്കളെ. അത് എന്താ അറിയോ? ഡിറ്റർമിനന്റ് ഓഫ് ദിസ് റെസിസ്റ്റൻസിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഓക്കെ. ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കില്ല. ഞാനിങ്ങനെ വെറുതെ എഴുതിയിടാം. ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റിനെ നമ്മൾ ഡെൽറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. R1 പ്ലസ് R2 മൈനസ് R2 0. Then minus R2 plus R3 plus R4 minus R4 0 minus R4 plus R5 എന്ന് എഴുതി. ഓക്കെ. ഇത് ഡെൽറ്റ ആണ്. ഇനി കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയോ? ക്രാമേഴ്സ് റൂൾ പറയുന്നത് ഡെൽറ്റ 1 കാണാൻ വേണ്ടി ഡെൽറ്റ 1 I1 കാണാൻ വേണ്ടി ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, I2 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 2 ബൈ ഡെൽറ്റ ആൻഡ് I3 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ 3 ബൈ ഡെൽറ്റ. ഓക്കെ. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാമല്ലോ. ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ. മാക്സ് ചെക്ക് ചെയ്താൽ അറിയാം.
ഡിറ്റർമിനൻ്റ് ആണ്. +2 പഠിക്കണ്ടേ ഡിറ്റർമിനൻ്റ് കാണാൻ? ഫസ്റ്റ് ഇയർ മാത്സിലും പഠിക്കണ്ടേ? അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഇനി എന്താ ഉള്ളത്? Δ1, Δ2, Δ3 ഇതും കൂടി കണ്ടുപിടിച്ചാലേ I1, I2, I3 ആകത്തുള്ളൂ അല്ലേ? അപ്പോൾ ഈ Δ1 ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. Δ1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഫസ്റ്റ് കോളം ഈ കിടക്കുന്ന വാല്യൂസ്, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂസിലെ ഫസ്റ്റ് കോളം എറൈസ് ചെയ്തിട്ട് ഈ വോൾട്ടേജിന്റെ വാല്യൂ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ Δ1 കിട്ടും. മനസ്സിലായോ? ആദ്യം നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഡിറ്റർമിനന്റ് കണ്ട ഇതിൽ ആ റെസിസ്റ്റൻസിന്റെ ഫുൾ വാല്യൂസിൽ ഫസ്റ്റ് കോളം മുഴുവൻ എറൈസ് ചെയ്ത് വോൾട്ടേജിന്റെ വാല്യൂ എടുത്ത് ഫസ്റ്റ് കോളത്തിൽ ഇട്ടിട്ട് ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ Δ1 ആയി. ഓക്കെ, ഇനി Δ2 എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഈ വോൾട്ടേജ് വാല്യൂ എടുത്ത് ഡെൽറ്റ സെക്കൻഡ് കോളത്തിൽ ഇടുക, എന്നിട്ട് ഫസ്റ്റ് കോളം ഫിൽ ചെയ്യാം. ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് എന്താ? V1 0 -V2 കൊടുത്തപ്പോൾ സെക്കൻഡ് കോളത്തിൽ വാല്യൂ കൊടുത്തല്ലേ? അപ്പോൾ ഇത് നമ്മുടെ എന്താണ്? Δ2. ഇനി നമ്മുടെ Δ3 എന്ന് പറയുമ്പോൾ ഇത് മാറ്റിട്ട് സെക്കൻഡ് കോളം അതേപോലെ റിമൈൻഡ് ചെയ്യുക, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം റിമൈൻഡ് ചെയ്യുക, നോർമലി എന്താണ് റെസിസ്റ്റൻസ് വാല്യൂസ് അത് റിമൈൻഡ് ചെയ്യുക. എന്നിട്ട് എന്ത് കൊടുക്കണം? തേർഡ് കോളത്തിൽ കൊണ്ടുവന്നിട്ട് വോൾട്ടേജ് വാല്യൂ കൊടുക്കണം. മനസ്സിലായോ? ഈ ഡിറ്റർമിനന്റ് ഇതിന്റെ Δ3യുടെ ഡിറ്റർമിനന്റ് കാണാം. ഇങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിറ്റർമിനന്റ് എടുത്താൽ I1 എന്ന് പറയുന്ന Δ1/Δ ചെയ്യാം, I2 എന്ന് പറയുന്ന Δ2/Δ ചെയ്യാം, I3 എന്ന് പറയുന്ന Δ3/Δ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കറണ്ട് കണ്ടുപിടിക്കാനല്ലേ മെഷ് അനാലിസിസ് ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ഇത് മെഷ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. archana.academy@gmail.com എന്ന് പറയുന്ന മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള പ്രോബ്ലംസും എന്താണോ ഡൗട്ട് ക്വസ്റ്റനും അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം. ഇനി എങ്ങനെ വേറെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ക്വസ്റ്റൻ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ട്യൂട്ടോറിയൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വ്യൂ ചെയ്യുന്നവരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.